ഇന്ത്യയുടെ ശത്രുക്കളായ പലരും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വെടിയേറ്റും മറ്റും കൊല്ലപ്പെടുന്നു. ഇതിന് പിന്നിലൊക്കെ അജ്ഞാതരാണ്. ഇത് റോയാണെന്നൊരു ആരോപണം നേരത്തെ കേട്ടിരുന്നു. ഇപ്പോൾ കാനഡയും അമേരിക്കയും ഒക്കെ പറയുന്നത് റോയുടെ ഇടപെടൽ ശക്തമാണെന്ന്. അല്ല, കാനഡയും അമേരിക്കയും മുമ്പേ പറഞ്ഞിട്ടുണ്ട്. അമേരിക്കയാണെങ്കിൽ ഇന്ത്യയുടെ ഒരു ഓഫീസർ യാദവ്, ഓർക്കുന്നില്ലേ? യാദവ് റോയാണെന്ന് പറഞ്ഞ് FBI ഫെഡറൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ യൂണിഫോമിലുള്ള ഫോട്ടോ വെച്ച് വാൻഡഡ് നോട്ടീസ് ഇറക്കിയിട്ടുണ്ട്. പന്വനെ കൊല്ലാൻ ശ്രമിച്ചതിൻ്റെ പിന്നിൽ റോയാണെന്ന്. അതുപോലെ കാനഡയിൽ ചില ആളുകളെ കൊന്നതിൻ്റെ പിന്നിൽ ബിഷ്ണോയ് സംഘത്തിനെ ഉപയോഗിച്ചിട്ട് ഇന്ത്യ നടത്തിയ ഓപ്പറേഷനാണെന്നാണ് കാനഡ പറയുന്നത്. അപ്പോൾ ഇന്ത്യ ഗവൺമെൻറ്റിന് നേരിട്ടവർ പേരെടുത്ത് പറഞ്ഞല്ലോ, കാനഡയിലെ ഒരു മന്ത്രി വാഷിങ്ടൺ പോസ്റ്റ് പത്രം വിളിച്ച് ചോദിച്ചു, അതിൻ്റെ പിന്നിൽ അമിത്ഷാ ആണോ അജിത് ഡോവലാണോ എന്ന് ചോദിച്ചപ്പോൾ യെസ് എന്ന് പറഞ്ഞു എന്ന് ഞാൻ പറഞ്ഞു. യെസ് എന്ന് പത്രം അങ്ങനെ ചോദിച്ചു, ഞാൻ നിഷേധിക്കാൻ പോയില്ല എന്നാണ് അവർ വിശദീകരിച്ചത്. അപ്പോൾ കുറച്ചായിട്ട് ലോകത്തിൻ്റെ പല ഭാഗത്തും ഇന്ത്യയുടെ ശത്രുക്കൾ കൊല്ലപ്പെടുന്നുണ്ട്. അജ്ഞാതരാണ് വെടിവെച്ച് കൊടുത്തത്. പാകിസ്ഥാനിലാണ് ഏറ്റവും കൂടുതൽ. അപ്പോൾ ഈ കൊല്ലപ്പെടുന്ന ആളുകൾ ഇന്ത്യ മോസ്റ്റ് വാണ്ടഡ് ലിസ്റ്റിലുള്ളതാണ്. എന്തിന് ചെങ്കോട്ടയിൽ കർഷക സമരം നടത്തിയപ്പോൾ അവിടെ കയറി ഇന്ത്യയുടെ ദേശീയ പതാക അഴിച്ചിട്ട് ഖലിസ്ഥാൻ്റെ കൊടി ഉയർത്തിയ ആളില്ലേ, അയാൾ വെടിവെച്ചു കൊല്ലപ്പെട്ടു. അങ്ങനെ കൊല്ലപ്പെട്ട ആളുകളുടെ മുഴുവൻ ലിസ്റ്റ് എടുത്ത് നോക്കുമ്പോൾ ഇതെല്ലാം ഈ പറഞ്ഞതുപോലെ ഇന്ത്യയുടെ ശത്രുക്കളാണ്. അതുകൊണ്ട് ഇന്ത്യക്കൊരു പങ്കുണ്ട് എന്ന് ചിലരൊക്കെ പറയും. പാകിസ്ഥാനിൽ ഒരുപാട് സ്ഫോടനങ്ങൾ നടക്കുന്നു, അതിൻ്റെ മുന്നിൽ ഇന്ത്യ ആണെന്ന് പാകിസ്ഥാൻ പലതവണ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ അമേരിക്ക പറയുന്നു, കാനഡ പറയുന്നു എന്നതാണ് കുറച്ചുകൂടെ ഒരു സീരിയസ് ആയിട്ട് വന്നത്. ഇന്ത്യ ഇതൊക്കെ കൈയോടെ നിഷേധിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഏറ്റവും പുതിയ സംഭവം വന്നിരിക്കുന്നത് വാഷിങ്ടൺ പോസ്റ്റ്, അമേരിക്കൻ പത്രം, ഇതേ ആക്ഷേപവുമായിട്ട് വന്നിരിക്കുന്നത്. രണ്ട് കാര്യങ്ങളാണ് വാഷിങ്ടൺ പോസ്റ്റ് എടുത്ത് പറയുന്നത്. ഒന്ന്, മാൽദീവ്സിൽ മുഹമ്മദ് മൊയ്സു അധികാരത്തിൽ വന്നതിന് ശേഷമുള്ള കാര്യം അറിയാമല്ലോ. ആദ്യത്തെ കാര്യം ആദ്യം പറയാം. മാൽദീവ്സിൻ്റെ കാര്യം, പാകിസ്ഥാൻ്റെ കാര്യം ഞാൻ രണ്ടാമത് പറയാം. മുഹമ്മദ് മൊയ്സു അധികാരത്തിൽ വരുന്നു. ചൈന പക്ഷപാതിയാണ്. ഇന്ത്യ വിരുദ്ധമായ പ്രസ്താവനകൾ ഇറക്കുന്നു. ഇന്ത്യൻ എതിരെ കാമ്പയിൻ, ഇന്ത്യ അവിടുന്ന് പോകണം, അവിടെ 10-15 ഇന്ത്യൻ പട്ടാളക്കാരുണ്ട്, അവർ പോകണമെന്ന് പറയുന്നു. അവിടെ റഡാർ സ്റ്റേഷൻ നമ്മൾ നടത്തിക്കൊടുത്ത് ഇന്ത്യയായിട്ട് ഒരു ബന്ധവും ഇല്ല എന്ന് പറയുന്നു. ഞാൻ ചൈനീസ് പക്ഷത്താണെന്ന് പറയുന്നു. ചൈനക്കാരുമായിട്ട് അടുക്കുന്നു, ചൈനീസ് കപ്പൽ വരുന്നു. ഇങ്ങനെയൊക്കെ വലിയ കോലാഹലം. അവിടുത്തെ ചില മന്ത്രിമാർ നരേന്ദ്രമോദിക്കെതിരെ സ്റ്റേറ്റ്മെൻറ്റ് ഇറക്കുന്നു. ഇങ്ങനെ വലിയ വിവാദം ഉണ്ടായി. അപ്പോൾ മോദി, നമ്മൾ വലിയ പ്രതിഷേധമൊന്നും നടത്തിയില്ല. നമ്മൾ ചെയ്തത് നേരെ ലക്ഷദ്വീപിൽ പോയിട്ട് മോദി ഒരു കസേര എടുത്ത് ആ കടൽ തീരത്തിരുന്നു. അതിൻ്റെ ഫോട്ടോ ലോകത്ത് മുഴുവൻ വൈറലായി എന്ന് മാത്രമല്ല, അതോടുകൂടി ലോക ശ്രദ്ധ ലക്ഷദ്വീപിലേക്ക് മാറുകയും വലിയ തോതിൽ ടൂറിസ്റ്റുകൾ ലക്ഷദ്വീപിലേക്ക് ഒഴുകിയെത്തുകയും ചെയ്തു. മാൽദീവ്സ് ടൂറിസം ഇടിഞ്ഞു തവിട് പൊടിയായിപ്പോയി. അത് മാത്രമല്ല, മാൽദീവ്സിലുള്ളവർക്ക് ഇന്ത്യ ഇനി വിസ കൊടുക്കുന്നില്ലെന്ന് തിരിച്ചാൽ മാൽദീവുകാരൻ പനി വന്ന് ചത്തുപോകും. മാലിക്കാരന് പനി വന്നാൽ തിരുവനന്തപുരത്തേക്ക് അവർ മൂത്രം പോകുന്നത് മുടങ്ങിയാൽ, വല്ല കിഡ്നി സ്റ്റോണിൻ്റെ അസുഖം വന്നിട്ട് മൂത്രം പോകുന്നൊന്നും മുടങ്ങിയാൽ ഓടി വരണമെങ്കിൽ വൻകരയിലേക്ക് വരണം. എവിടെ? ചൈനയിലേക്ക് പോകണമെങ്കിൽ എത്ര പോകണം? പറന്ന് നേരെ മാൽദീവ്സിൽ, പഠിക്കാൻ വരുന്ന മാൽദീവ്സിൽ. തിരുവനന്തപുരത്ത് തമ്പാനൂരുള്ള ഒരു ഹോട്ടലുണ്ടല്ലോ, അതിന് മാലി ഹോട്ടൽ എന്നാണ് പറയുന്നത്, അല്ലേ? അതെ. അങ്ങനെ അറിയപ്പെടുന്ന ഹോട്ടലാണ്. അവിടുത്തെ ഭക്ഷണം 2 ഹോട്ടലുകളുണ്ട് ഒരേ കമ്പനിയുടെ. അതിൻ്റെ പേര് വേറെയാണ്, ആ പേര് ഞാൻ പറയുന്നില്ല, പറഞ്ഞാൽ അവരെ പ്രൊമോഷനാണ്. പക്ഷേ ആ മാലി ഹോട്ടൽ എന്നറിയപ്പെടുന്ന അവിടുത്തെ ഭക്ഷണം ഒന്നാന്തരം ഭക്ഷണമാണ് കേട്ടോ. സീ ഫുഡ് വെറൈറ്റിയൊക്കെ ഉള്ള ഭക്ഷണം. അവിടെ വല്ലപ്പോഴും ചെല്ലുമ്പോൾ തമ്പാനൂർ മഞ്ഞാലിക്കുളം റോഡിലേക്ക് പോകുമ്പോൾ ഉള്ള ഹോട്ടലിൽ നിന്ന്, ഇടതുവശത്തുള്ള ഹോട്ടലിൽ നിന്ന് കയറിയൊക്കെ കൊള്ളാം. അത് പോട്ടെ. അപ്പോൾ മാൽദീവ്സിൽ ഉള്ളവർക്ക് ഇന്ത്യയിൽ വരാതെ ജീവിക്കാൻ പറ്റില്ല. എത്രയോ 1000 വിദ്യാർത്ഥികൾ അവിടെ പഠിക്കുന്നത്, ഇന്ത്യയിൽ വന്ന് പഠിക്കുന്നത്. അപ്പോൾ മാൽദീവ്സ് ആകെ തകർന്നു. അപ്പോൾ ഒടുവിൽ മൊയ്സു ഇവിടെ വന്ന് നരേന്ദ്രമോദിയുടെ കാല് പിടിച്ച് അവിടുത്തെ കുറേ ദ്വീപുകൾ നമുക്ക് എഴുതി തന്നു, ഇനി ചൈന വേണ്ടപ്പ, പറഞ്ഞത് സമസ്താപരാധം മാപ്പെന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഈ സംഘർഷം ഇന്ത്യയും മാൽദീവ്സും തമ്മിൽ ഡിപ്ലോമാറ്റിക്കായിട്ടൊരു തർക്കം, പ്രതിസന്ധി നിന്നിരുന്ന സമയത്ത് മാൽദീവ്സിലെ പ്രതിപക്ഷം മൊയ്സുവിനെതിരെ ഇംപീച്ച്മെൻറ്റ് നീക്കം നടത്തിയിരുന്നു. ഇംപീച്ച്മെൻറ്റ് നീക്കം നടത്തിയതിൻ്റെ പിന്നിൽ ഇന്ത്യ ആയിരുന്നു എന്നാണ് വാഷിങ്ടൺ പോസ്റ്റ് പറയുന്നത്. അതിന് $60 ലക്ഷം മാൽദീവ്സിലെ പ്രതിപക്ഷത്തിന് ഇന്ത്യ കൊടുത്തു എന്ന് വാഷിങ്ടൺ പോസ്റ്റ് ആക്ഷേപിക്കുന്നു. അതാണ് ഒന്നാമത്തെ കാര്യം. അപ്പോൾ മറ്റൊരു രാജ്യത്ത് റിജീം ചേഞ്ച്, ഭരണമാറ്റം ഉണ്ടാക്കാൻ വേണ്ടി ഇന്ത്യ പ്രതിപക്ഷത്തെ സ്വാധീനിച്ച് ബ്രൈബ് ചെയ്ത് പണം കൊടുത്ത് മൊയ്സുവിനെ അട്ടിമറിക്കാൻ ശ്രമിച്ചു എന്നുള്ള ഗുരുതരമായ ആക്ഷേപം വാഷിങ്ടൺ പോസ്റ്റ് ഇന്നലെ മുന്നോട്ട് വച്ചിട്ടുണ്ട്. ഒന്നത്. രണ്ടാമത്തത് പറയുന്നത് 2021 മുതൽ റോയ്ക്ക് ഒരു പദ്ധതി ഉണ്ടായിരുന്നു. അവർ
മോസ്റ്റ് വാണ്ടഡ് ആയിട്ടുള്ള 1/2 ഡസനോളം ആളുകളെ കൊല്ലാൻ വേണ്ടി ഒരു പട്ടിക റോ തയ്യാറാക്കി എന്നാണ് വാഷിങ്ടൺ പോസ്റ്റ് പറയുന്നത്. എന്നിട്ട് ഇത് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള ഈ ആളുകളെ കൊല്ലാനുള്ള ശ്രമം നടത്തി പലരെയും കൊല്ലുകയും ചെയ്തു. 1/2 ഡസൻ പ്രധാനപ്പെട്ട ആളുകളെ എന്നാണ് പറയുന്നത്. അപ്പോൾ മൊത്തം കണക്കെടുക്കുക 1/2 ഡസനൊന്നും അല്ല, 2 ഡസനോളം ആളുകളെ അജ്ഞാതം കൊന്നിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് റോയുടെ പേര് പറഞ്ഞിട്ട് വാഷിങ്ടൺ പോസ്റ്റ് പറഞ്ഞിരിക്കുന്നു മറ്റ് രാജ്യങ്ങളിൽ, അതായത് അമേരിക്കയിൽ പോലും ശ്രമിച്ചു, കാനഡയെ കൊന്നു വളരെ, അമേരിക്കയിൽ പോലും പോയി റോ കൊല്ലാൻ ശ്രമിച്ചു എന്നാണ് പറയുന്നത്. വാർത്തകൾ അങ്ങനെയാണല്ലോ. അപ്പോൾ റോ ഇങ്ങനെ വിദേശ രാജ്യങ്ങളിൽ ഓപ്പറേഷൻസ് നടത്തുന്നുണ്ട് എന്ന് വാഷിങ്ടൺ പോസ്റ്റ് ആരോപിക്കുന്നു. മൂന്നാമത്തെ ആക്ഷേപം, പാകിസ്ഥാനിൽ ഇപ്പോൾ നടക്കുന്ന പല സ്ഫോടന പരമ്പരകൾക്കും പിന്നിൽ ഇന്ത്യയാണ് എന്ന് പറയുന്നു. ഇത് പാകിസ്ഥാൻ പറയുന്നതാണ്. ഇപ്പോൾ ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി അവർ വ്യാപകമായി കൊലപാതകങ്ങൾ നടത്തുന്നുണ്ട്. അവിടെ ബലൂജ് മേഖലയിൽ പാകിസ്ഥാൻ്റെ ഇടപെടലിൽ അവർ സമ്മതിക്കുന്നില്ല. ഇപ്പോൾ നേരത്തെ ഇപ്പോഴത്തെ ബംഗ്ലാദേശ് പണ്ട് കിഴക്കൻ പാകിസ്ഥാനായിരുന്നപ്പോൾ ബംഗ്ലാദേശികളുടെ ഭാഷ സംസാരിക്കുന്നവരോട് എങ്ങനെയാണോ പാകിസ്ഥാനികൾ പെരുമാറിയത്, അതുപോലെയാണ് ബലൂചിസ്ഥാൻ മേഖലയെ ഇന്നിപ്പോൾ പാകിസ്ഥാനികൾ കാണുന്നത്. ബലൂചിസ്ഥാൻ വളരെ മിനറൽ റിച്ച് ആയിട്ടുള്ള ഒരു മേഖലയാണ്. ഒരുപാട് ധാതുക്കളുണ്ട്. ഈ ധാതുക്കൾ മുഴുവൻ എക്സ്പ്ലോയിറ്റ് ചെയ്തുകൊണ്ട് ആരും കൊണ്ടുപോവാണ്? പാകിസ്ഥാൻ കൊണ്ടുപോവുക. ബലൂചിസ്ഥാൻ ഒന്നും കിട്ടുന്നില്ല. അവിടെ വന്നിട്ട് ആ സാധനം ഇപ്പോൾ ചൈനയ്ക്ക് വേണ്ടി കൊടുക്കാൻ പോവുക. ചൈനയുടെ പദ്ധതികൾ ബലൂജ് മേഖലയിൽ തുടങ്ങാൻ പാകിസ്ഥാൻ അനുമതി കൊടുക്കുന്നത് തന്നെ ഈ ബലൂചിസ്ഥാൻ നാളെ ചിലപ്പോൾ പാകിസ്ഥാനിൽ നിന്ന് വിട്ടുപോകും. അത് തടയാൻ വേണ്ടിയിട്ടാണ് ചൈനയുടെ പ്രൊജക്റ്റുകൾ വന്നു കഴിഞ്ഞാൽ ചൈനയ്ക്ക് താല്പര്യമുണ്ടാകും, ചൈന അത് പ്രതിരോധിക്കും. പക്ഷേ ചൈനക്കാരവിടെ വന്നപ്പോൾ ബലൂചിസ്ഥാൻ ആർമി ഇപ്പോൾ ചെയ്യുന്നത് BLA ചെയ്യുന്നത് ചൈനക്കാരെ കൊല്ലുക എന്നുള്ളതാണ്. തെരഞ്ഞെടുപ്പ് കൊല്ലുകയാണ്. ഇപ്പോൾ ചൈന ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് ഞങ്ങളുടെ പട്ടാളത്തെ കൊണ്ടുവരാൻ സഹായിക്കണം, ഞങ്ങളുടെ ആളുകളെ സംരക്ഷിക്കാൻ വേണ്ടി ഞങ്ങളുടെ പട്ടാളത്തെ പാകിസ്ഥാനിലേക്ക് കൊണ്ടുവരാൻ സഹായിക്കണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുക. പാകിസ്ഥാൻ ഇതുവരെ സമ്മതിച്ചിട്ടില്ല. ഈ ബലൂചിസ്ഥാൻ്റെ ഒരു കാര്യം പറയുമ്പോൾ ഇവിടുത്തെ സുഹൃത്തുക്കൾക്ക് നോവണ്ട. കാരണം ബലൂചിസ്ഥാൻ പാകിസ്ഥാൻ്റെ ഭാഗമായിരുന്നില്ല. ബലൂചിസ്ഥാൻ ഒരു സ്വതന്ത്ര രാജ്യമായിരുന്നു. ബലൂജ് മേഖല അവർ ഇന്ത്യയുടെ സ്വാതന്ത്ര്യം കിട്ടുന്ന അതേ സമയത്ത് തന്നെ അവരൊരു ഇൻഡിപെൻഡൻറ്റ് പ്രോവിൻസ് ആയിരുന്നു. അവരെന്ത് ചെയ്തു? അവരാദ്യം അഫ്ഗാനിസ്ഥാനോട് ചേരാൻ ആവശ്യപ്പെട്ടു. അഫ്ഗാനിസ്ഥാൻ സമ്മതിച്ചില്ല. ആദ്യം ഇന്ത്യയിൽ ചേരാൻ താല്പര്യപ്പെടുത്തു. നെഹ്റു എന്ന് പറഞ്ഞ മഹാനായ നെഹ്റു ഞങ്ങൾക്ക് വേണ്ടെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് അവർ അഫ്ഗാനോട് ചേരാൻ അഫ്ഗാനും താല്പര്യം പറഞ്ഞില്ല. അങ്ങനെ അവർ ഒറ്റയ്ക്ക് നിന്നപ്പോൾ പാകിസ്ഥാൻ പട്ടാളം പോയി പിടിച്ചെടുത്ത് ചേർത്തതാണ് ബലൂചിസ്ഥാൻ. കൂട്ടിച്ചേർത്താണ്. ബലൂചിസ്ഥാൻ വേറെ രാജ്യമായിരുന്നു, വേറെ ഭരണ സംവിധാനമായിരുന്നു, വേറെ ജനതയാണ്, വേറെ സംസ്കാരമാണ്, വേറെ ഭാഷ പോലുമാണ്. അപ്പോൾ അവരെ അടിച്ചമർത്തി വെച്ചിരിക്കുകയാണ് പാകിസ്ഥാൻ. അപ്പോൾ നമ്മൾ പറയുന്ന പോലെയല്ല, സ്വതന്ത്ര രാജ്യമായിരുന്നു. അപ്പോൾ അവിടെ BLA പൊരുതുന്നുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ ഇന്ത്യയാണെന്ന് പാകിസ്ഥാൻ പറയുന്നത് നമുക്ക് മനസ്സിലാക്കാം. ഇപ്പോൾ അമേരിക്കൻ പത്രം പറയുന്നു ഇൻ്റലിജൻസ് വൃത്തങ്ങളെ ഉദ്ധരിച്ചാണ് തങ്ങളുടെ വാർത്തയെന്നാണ് പറയുന്നത്, വാഷിങ്ടൺ പോസ്റ്റ് പറയുന്നത്. അപ്പോൾ നമുക്കിത് കേൾക്കുമ്പോൾ വലിയ സന്തോഷമായിരിക്കും. കൊള്ളാം, പാകിസ്ഥാൻ അവിടെ പോയി പണി കൊടുക്കുന്നത് നല്ലതാണ്. പക്ഷേ ഒരു രാജ്യത്തിനെതിരെ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ അത് ഒരു ഡിപ്ലോമാറ്റിക് തലത്തിൽ ഒരു രാജ്യത്തിന് അംഗീകരിക്കാൻ പറ്റില്ല. ഉടനെ നമ്മുടെ ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം വലിയ തോതിൽ പ്രതിഷേധമായിട്ട് വന്നിട്ടുണ്ട്. വാഷിങ്ടൺ പോസ്റ്റിൽ പറയുന്നത് നിരർത്ഥമായി, ഇങ്ങനെയൊന്നും പറയാൻ പാടില്ല, ഞങ്ങളുടെ ആഭ്യന്തര കാര്യമാണ്, ഞങ്ങൾ ഇങ്ങനെയൊന്നും ചെയ്യുന്നതല്ല എന്ന് പറഞ്ഞിട്ട് ഹിലാരി ക്ലിൻ്റൺ നേരത്തെ US സെക്രട്ടറി ആയിരുന്നപ്പോൾ, സ്റ്റേറ്റ് സെക്രട്ടറി ആയിരുന്ന ഹിലാരി ക്ലിൻ്റൺ പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എടുത്തിട്ടാണ് ഇന്ത്യ മറുപടി കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ അടുക്കളപ്പുറത്ത് പാമ്പുകളെ വളർത്താം, പാമ്പുകൾ ഉണ്ടായിക്കോട്ടെ എന്ന് പറയാം, നിങ്ങൾക്ക് വിശ്വസിക്കുകയും ചെയ്യാം, എൻ്റെ അയലക്കാരൻ്റെ മാത്രമേ അത് കടിക്കുകയുള്ളൂ, എൻ്റെ കടിക്കത്തില്ല എന്ന് കരുതാം എന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് വിശ്വസിക്കുകയും ചെയ്യാം എന്ന് ഹിലാരി ക്ലിൻ്റൻ്റെ പ്രസിദ്ധമായൊരു കോട്ടുണ്ട്. ഈ കോട്ടെന്ന് പറഞ്ഞാൽ തീവ്രവാദത്തെക്കുറിച്ചാണ് പറഞ്ഞത്. നീ പാകിസ്ഥാനോടാണ് പറഞ്ഞത്, പാകിസ്ഥാനെ നിനക്ക് വേണേൽ നിൻ്റെ അടുക്കളപ്പുറത്ത് തീവ്രവാദികൾ എന്ന് പറയുന്ന വിഷപ്പാമ്പുകളെ വളർത്താം, അത് നിൻ്റെ അയൽക്കാരനെ ഇന്ത്യയെ മാത്രമേ കടിക്കൂ എന്ന് നിനക്ക് കരുതുകയും ചെയ്യാം, അത് നിൻ്റെ വിശ്വാസം എന്ന് പറഞ്ഞാൽ നമ്മുടെ അടുക്കളപ്പുറത്ത് പാമ്പുണ്ടെങ്കിൽ ആ പാമ്പ് നമ്മളെ കടിക്കത്തില്ല, അയൽക്കാരനെ കടിക്കുള്ളൂ എന്ന് എന്താ ഉറപ്പ്? ഒരു ദിവസം നമ്മളെ കടിക്കാം, ഏത് ദിവസവും നമ്മളെ കടിക്കാം. പാമ്പിന് അയൽക്കാരനെ നമ്മളെ തിരിച്ചറിയില്ല. അവൻ അവിടെ ഇറങ്ങി ചെന്ന് കഴിഞ്ഞാൽ അവനും ബുദ്ധിമുട്ടാണെന്ന് തോന്നി അവൻ നമ്മളെ കടിക്കും. അപ്പോൾ പാകിസ്ഥാനിൽ തീവ്രവാദ പ്രവർത്തനം ഇപ്പോൾ ഉണ്ടെങ്കിൽ അതിന് കാരണം പാകിസ്ഥാൻ അവൻ്റെ അടുക്കളപ്പുറത്ത് തീവ്രവാദം വളർത്തിയതാണ് എന്നാണ് ഹിലാരി ക്ലിൻ്റൺ US സ്റ്റേറ്റ് സെക്രട്ടറി ആയിരുന്നപ്പോൾ പറഞ്ഞ മറുപടി. ആ മറുപടിയാണ് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം എടുത്തു പറയുന്നത്. പാകിസ്ഥാൻ അവരുടെ അടുക്കളപ്പുറത്ത് വിഷപ്പാമ്പിനെ വളർത്തുന്നുണ്ട്, ആ പാമ്പ് പാകിസ്ഥാനെ കടിക്കത്തില്ല എന്ന് വിശ്വസിക്കാനുള്ള
അവകാശം പാകിസ്ഥാനുണ്ട്, പക്ഷെ അത് പാമ്പിനറിയില്ല, അല്ലേ? അതെ. അപ്പോൾ അതാണ് ഇപ്പോൾ അവസ്ഥ. പാകിസ്ഥാനിൽ നോക്കൂ, എത്രയോ പഷ്തൂൺ മേഖലയിൽ ഭയങ്കര പ്രശ്നമാണ്. അവിടെ അഫ്ഗാനിസ്ഥാനുമായിട്ട് യുദ്ധമാണ്. അഫ്ഗാനിസ്ഥാൻ കുറേ ഭാഗം പിടിച്ചെടുത്തു. അവിടെ പോയി അഫ്ഗാനിസ്ഥാനിൽ പോയിട്ട് വ്യോമാക്രമണം നടത്തി. അഫ്ഗാൻ തിരിച്ചടിച്ചു, 16 പട്ടാളക്കാർ ചത്തു. ഈ ബലൂചിസ്ഥാൻ മേഖലയിൽ 2 തവണയായി, ഒരു തവണ 70 പേരെ, പിന്നൊരു തവണ 40 പേരെ കൊന്നു. അവിടെ ഷിയ സുന്നി പ്രശ്നമാണ്. BLA അല്ല, ഷിയ സുന്നി കലാപം നടക്കുന്നുണ്ട് പാകിസ്ഥാനുള്ളിൽ. അത് നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നു. ഷിയകളും സുന്നികളും തമ്മിൽ കൊല്ലുന്നു, ചെറിയ നാട്ടുരാജ്യം പോലെ ആ മേഖലയിലേക്ക് പ്രവേശനമില്ല, അവിടെ കൊല്ലുന്നു എന്ന് പറഞ്ഞു. അതിനിടയ്ക്ക് BLA പ്രവർത്തനം നടക്കും. ഒരുപക്ഷെ BLA സഹായിക്കുന്നുണ്ടായിരിക്കും, എനിക്കറിയില്ല. ഇന്ത്യ ഗവൺമെൻറ് സഹായിക്കുന്നുണ്ടെങ്കിൽ ഇന്ത്യ ഗവൺമെൻറ് പറയും നമുക്ക് വേണമെങ്കിൽ സഹായിച്ചാൽ കൊള്ളാമെന്ന്. എനിക്ക് ആഗ്രഹമുണ്ട് ഇന്ത്യ കുറേ ആയുധമൊക്കെ കൊടുത്താൽ കൊള്ളാമെന്ന് ആഗ്രഹിക്കുന്ന ആളാണ് ഞാൻ. കാരണം നമ്മളിവിടെ നമ്മുടെ കാശ്മീരിൽ ഈ പിടിക്കുന്ന തീവ്രവാദികളുടെ എല്ലാം കയ്യിൽ ഒന്നെങ്കിൽ അവൻ പാകിസ്ഥാനി ആയിരിക്കും, അല്ലെങ്കിൽ പാകിസ്ഥാൻ ട്രെയിൻഡ് ആയിരിക്കും, പാകിസ്ഥാൻ്റെ ആയുധങ്ങളുണ്ടാവും. എന്തിനും സമ്പലിൽ വരെ പിടിച്ചതിനകത്ത് പാകിസ്ഥാൻ ഓർഡിനൻസ് ഫാക്ടറിയിൽ ഉണ്ടാക്കിയ തോക്കുകൾ പിടിച്ചു. അപ്പോൾ ഇന്ത്യയിൽ കാര്യമായി ഇതേ പണി പാകിസ്ഥാൻ ചെയ്യുന്നുണ്ടെങ്കിൽ തിരിച്ച് നമുക്ക് എന്തുകൊണ്ട് ചെയ്തുകൂടാ? ഷടനോട് നീതിയൊന്നും പാടില്ലല്ലോ. ഇങ്ങോട്ട് കാണിക്കുന്നത് തിരിച്ചു കൊടുക്കുകയും ഒരുതരം ഡിപ്ലോമസിയാണ്. അതല്ലാതെ പാകിസ്ഥാൻ ഇങ്ങനെ നിരന്തരം വെടിവെച്ചുകൊണ്ടിരിക്കുമ്പോൾ റോസാപ്പൂ എടുത്തു കൊടുത്ത് മുട്ടക്കുത്ത് നിന്ന് ഐ ലവ് യു പറയേണ്ട ഒരു കാര്യമില്ല. അപ്പോൾ ഇന്ത്യ അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ നല്ലതാണെന്ന് വിശ്വസിക്കാൻ എനിക്ക് അവകാശമുണ്ട്, എനിക്കത് അഭിമാനമാണ്. ഇപ്പോൾ നമ്മുടെ പ്രേക്ഷകർക്കും ഇഷ്ടമായിരിക്കും. പക്ഷേ ഡിപ്ലോമാറ്റിക് തലത്തിൽ, അത് നയതന്ത്ര തലത്തിൽ നമ്മുടെ രാജ്യത്തിന് അങ്ങനെയൊന്നും പറയാൻ പറ്റത്തില്ല. ഏതായാലും വാഷിങ്ടൺ പോസ്റ്റ് പറയുന്നത് ഇന്ത്യ അജ്ഞാതരെ ലോകത്തിൻ്റെ പല ഭാഗത്തും വിടുന്നുണ്ട്. നേരത്തെയൊക്കെ CIA മൊസാദും ഒക്കെ മാത്രം ചെയ്തിരുന്ന പണി ചെയ്യുന്ന ലോകത്തിലെ നോട്ടബിൾ ഏജൻസിയായിട്ട് ആര് മാറിയിരിക്കുന്നു? റോ മാറിയിരിക്കുന്നു എന്ന് അമേരിക്കയ്ക്ക് പറയേണ്ടി വന്നിരിക്കുന്നു, വാഷിങ്ടൺ പോസ്റ്റിന് പറയേണ്ടി വന്നിരിക്കുന്നു, കാനഡയ്ക്ക് പറയേണ്ടി വന്നിരിക്കുന്നു. അതൊരു ഇന്ത്യക്കാരൻ്റെ നിലയിൽ എനിക്ക് അഭിമാനമാണ്. നമ്മളെ കുറ്റപ്പെടുത്താനാണ് പറഞ്ഞെങ്കിലും നമുക്ക് ഈ ശേഷിയൊന്നും ഇല്ലായിരുന്നു ഇവരാരെങ്കിലും പറയുമല്ലോ. ഇല്ല. അമേരിക്കയുടെ FBI നമ്മുടെ ഒരു ഓഫീസറുടെ യൂണിഫോം ഇട്ട പടം വെച്ചിട്ട് ഇയാൾ റോ ഏജൻ്റാണ്, യാദവിനെ വാണ്ടഡ് എന്ന് പറഞ്ഞ് പോസ്റ്റർ ഇറക്കിയാൽ ഐ ആം പ്രൗഡ് ഓഫ് ദാറ്റ്. എനിക്ക് അഭിമാനമാണ്. നമ്മുടെ ഓരോ പ്രേക്ഷകനും അഭിമാനം ഉണ്ടാവും. നമ്മൾ പഴയ കളിയൊന്നുമില്ല, പണ്ടത്തെ ഇന്ത്യയല്ല. നിങ്ങൾ പറയുന്ന പോലെ ഞാൻ ഓർക്കുന്നത് ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് പറഞ്ഞത്, ഇന്ത്യയോട് കളിച്ചാൽ നിൻ്റെ വീട്ടിൽ അടിക്കും, അല്ലേ എന്ന് പറഞ്ഞില്ലേ? വീട്ടിൽ അടിക്കുമെന്ന് നമ്മൾ തെളിയിച്ചിട്ടുണ്ട്. നമ്മൾ വീട്ടിൽ അടിച്ചു തുടങ്ങിയിട്ടുണ്ട്, അടിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് എന്നതിൻ്റെ സർട്ടിഫിക്കറ്റാണ് വാഷിങ്ടൺ പോസ്റ്റിൻ്റെ ഇന്നലത്തെ വാർത്ത എന്ന് അഭിമാനപൂർവ്വം പറയാനാണ് എനിക്കിഷ്ടം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.